അങ്കമാലിക്ക് സമീപം കറുകുറ്റിയിൽ നിന്ന് അലക്സ് റാം ചേരുന്നുണ്ട്. അലക്സ്, ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ധന്യ, പാളം തെറ്റി ഏതാണ്ട് 12 കോച്ചുകളാണ് പാളം തെറ്റി ചരിഞ്ഞ നിന്നത്. ഇതിൽ 10:30 മണിക്ക് ഷൊർണൂരിൽ നിന്ന് തെറ്റിച്ച ക്രെയിൻ ഇവിടെ വന്നിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 1 മണിയോടുകൂടി ഇതിൽ ഒരു കോച്ച്, അതായത് S4 എന്ന കോച്ചിനെ പാളത്തിൽ നിന്ന് ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എൻ്റെ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങൾ അതുതന്നെയാണ്. ഈ കാണുന്ന ക്രെയിൻ ഉപയോഗിച്ചാണ് അവർ അല്പം മുമ്പ് S4 കോച്ചിനെ ഇവിടെ നിന്ന് ഉയർത്തി ട്രാക്കിന് ഇപ്പുറം കാണുന്ന പ്രദേശത്തേക്ക് മാറ്റിവെച്ചത്. ഇത്തരത്തിലുള്ള കോച്ച് ഈ ട്രാക്കിൽ നിന്ന് മാറ്റിവെക്കുന്ന നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. ഏതാണ്ട് 11 കോച്ചുകൾ ഇനിയും ബാക്കിയുണ്ട്. ഇന്ന് വൈകുന്നേരം 6:30 മണിയോടുകൂടിയെങ്കിലും എറണാകുളത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് നേരത്തെ റെയിൽവേ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ 1 മണിക്കൂറോളം തന്നെ ഒരു കോച്ച് മാറ്റിവെക്കാൻ സമയം എടുക്കും എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നുണ്ട്. അത്തരത്തിലേക്ക് സമയം നീണ്ടുപോയാൽ ഇത് 6 മണി ഒരുപക്ഷെ കടന്നു പോയേക്കാം. നാളെ രാവിലെ അല്ലെങ്കിൽ നാളെ ഒരു 10 മണിയോടൊക്കെ അപ്പുറം മാത്രമേ ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിൽ എത്താൻ സാധിക്കുകയുള്ളൂ. പ്രധാനമായും അതിൻ്റെ ഒരു കാര്യം, ഈ ട്രെയിൻ യാത്ര ചെയ്ത് പാളം തെറ്റിയ പാളത്തിൻ്റെ ഏതാണ്ട് 200 മീറ്ററോളം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ട സാധന സാമഗ്രികൾ ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. കോൺക്രീറ്റ് പാളികളും അതുപോലെ തന്നെ പാളവും എല്ലാം ഈ സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. അതിനെ പുനർനിർമ്മിക്കണം. അതിനുശേഷം മാത്രമേ ഏതാണ്ട് 200 മീറ്റർ പുനർനിർമ്മിച്ചതിന് ശേഷം മാത്രമേ അതിനെ അല്ലെങ്കിൽ പുനർയോഗ്യമാക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. ധന്യ. അലക്സാണ് വിശദാംശങ്ങൾ നൽകിയത്.